ഡാക്ടർമാനെ എനിക്ക് ഇത്തിരി വെള്ളം എന്താ ദാഹിക്കുന്നു. ഇച്ചിരി വെള്ളം ദാഹിക്കുന്നു. എനിക്ക് തീർത്തും വയ്യ. നാളെ നീ ആശുപത്രി വരെ പോയി ഡോക്ടറോട് പറഞ്ഞ് വല്ല മരുന്ന് മേടിച്ചോണ്ട് വാ. വെള്ളം ഇറക്കാനെ കൊണ്ട് പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ മതി. ഈ കിട്ടിയിരിക്കുന്ന ഫലം വെച്ചുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ക്യാൻസർ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൂടുതൽ പരിശോധന നടത്താനോ നടത്തിയിട്ടിപ്പോൾ ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ ഇവിടെ ചികിത്സിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നതാണ് നല്ലത്. തിരുവനന്തപുരത്ത് എൻ്റെ ഇതിൽ കൂട്ടുകാരുണ്ട്, വേണമെങ്കിൽ ഞാൻ എഴുത്തു തരാം. ഉടുപ്പിയിൽ എൻ്റെ മോൻ ഡോക്ടറാവാൻ പഠിക്കുന്നുണ്ട്. ആടെ ആയാലോ? അത് നല്ലതാ, കൂടെ ഒരാളില്ലാതെ കഴിക്കാലോ. മോൻ ഏത് വർഷമാണ്? 1ാം കൊല്ലം. ആശുപത്രിയിലേക്ക് ആരെങ്കിലും വിട്ടാൽ മതി, കടലാസൊക്കെ കൊടുത്തയക്കാം. കൂടുതൽ വെച്ചുകൊണ്ടിരിക്കണ്ട, നല്ല വേദന കാണും. വേദന കുറയ്ക്കാനുള്ള മരുന്നെല്ലാം ഞാൻ തരാം. അതൊക്കെ ഇവിടെ പറ്റൂ. ഒട്ടും വിഷമിക്കണ്ട, ബേസ്വാന്നാ ഡോക്ടർ പറഞ്ഞ്. പിന്നെ എന്തിനാണെങ്കിലും കുഞ്ഞാലി ഉണ്ടല്ലോ, മടിക്കാതല്ല ഓനോട് പറഞ്ഞോണം. ഞാനും ഇടയ്ക്ക് വരാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. വേണ്ട, ശരീരം ഇളക്കണ്ട. കുഞ്ഞാലി ഇങ്ങോട്ട് പറഞ്ഞു വിടാ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിച്ച് പറയണം. ഞാൻ വരാം. ചെലവിനുള്ള പൈസ ബാങ്കിൽ നിന്ന് എടുത്തോണം. ഇനി നീ പോയിക്കോ, ക്ലാസ് കളയണ്ട. ഇതൊക്കെ ആയിട്ട് പഠിത്തം മോശമാക്കരുത്. ഭാഗ്യം കൊണ്ടാ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതെന്ന് ഓർമ്മ വേണം. അത് ഉപയോഗിക്കാൻ നോക്ക്. പെരുന്നാളിന് വരാൻ പറഞ്ഞ് ഞാൻ ഇബ്രാഹിക്ക് എഴുതിയിട്ടുണ്ട്. ഓൻ വന്നാൽ ഇങ്ങോട്ട് അയക്കാം. ഈ ഇനി പെരുന്നാളിന് വന്നാൽ മതി. നോമ്പെടുക്കണം. വീട്ടിലല്ലാന്ന് വെച്ച് അതിന് മടി കാണിക്കരുത്. പറ്റിയ ഇടയ്ക്ക് ഇറങ്ങാം. കുഞ്ഞാലിക്കാടെ ബുദ്ധിമുട്ടൊന്നുമില്ല. താമസവും ഭക്ഷണവും ഒക്കെ നല്ലതാണ്. ആസ്പത്രി ഒരു കണക്കിന് ഇറമുള്ളാനെ അങ്ങോട്ട് കൊണ്ടുപോയത് നന്നായി. ഈടെ കിടന്ന അവൻ്റെ കഷ്ടപ്പാട് നമ്മൾ കാണണ്ടേ. അതിനിപ്പോൾ എമ്മണി ഏറെ ചെലവാക്കുന്നില്ലേ? ഈടെ ഇതിന് മാത്രം ഉണ്ടോ? ഓനെ പിന്നെ ആര് നോക്കും? കുഞ്ഞായിരിക്കുമ്പോൾ ഉപ്പയുടെ അടുത്ത് വന്ന് കൂടിയതാ. ശബ്ദം നല്ലതെന്ന് പറഞ്ഞ് വല്യതങ്ങൾ ഓനെ ബാങ്ക് വിളിക്കാൻ ഏൽപ്പിച്ച. എറമുള്ളാൻ്റെ ബെല്ലാം മറ്റൊരാൾ ഈ അടുത്ത പള്ളിയിലൊന്നും ഉണ്ടായില്ല.
ആസ്പത്രി കിടക്കുന്നുണ്ടപ്പോൾ സങ്കടം വന്നു. മിണ്ടാൻ പറ്റണ്ടേ? പാവം. അതോലൊരുത്തിനെ പഠിപ്പിക്കാൻ ഈ തങ്ങളും കുറെ കായ ഒഴിക്കണുണ്ടല്ലോ. ഈ കളയണ കായ ഉണ്ടായിരുന്ന ബീക്കുട്ടീനെ കൊള്ളാവുന്നിടത്ത് പറഞ്ഞു വിടായിരുന്നു. വലുതായിട്ടും ബീക്കുട്ടിയുടെ നിക്കാഹ് നടത്താത്തതിന് ആൾക്കാർ എന്നോടാ ചോദിക്കുന്നത്. എന്തായി പറയുന്നത്? ബീക്കുട്ടിയുടെ പഠിത്തം കഴിയിട്ടാൻ ഇപ്പം പഴയ പോലൊക്കെയാണോ കാര്യങ്ങൾ? നമ്മുടെ കൂട്ടത്തിലെ പെൺപിള്ളേരും പഠിക്കുകയും പണിയെടുക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? പിന്നെ കുഞ്ഞാലി ഡോക്ടർ പരീക്ഷ പാസ്സായാലും അറക്കക്കാർക്കൊരു പെരുമയല്ലേ? ആ ഹറാത്ത് എങ്ങനെ അറക്കലാവുന്നത്? ഓൻ എൻ്റെ വയറ്റിലുണ്ടായതല്ല. തങ്ങളാ? ആ, കുഞ്ഞാലിയാ? എറമുളാനാ? എപ്പോഴാ? വേണ്ട വേണ്ട, 5-6 മണിക്കൂറിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ഞാനുടനെ ഒരു വണ്ടിയായിട്ട് ഇബ്രാഹിം അങ്ങോട്ട് അയക്കാം. ഈ അടുത്ത കാര്യമൊക്കെ ശരിയാക്ക്. ചിലവിനുള്ള പൈസയൊക്കെ കൊടുത്ത് തീർക്കണ്ടേ? ബില്ല് എത്രയാണെന്നോട് നോക്ക്. ഏതായാലും ഇബ്രാഹിൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്ത് അയക്കാം. നീ കൂടെ പോരെ? ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ മുടക്കമായല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أغناكهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون فسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكرى وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون